ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവാണ്. നമുക്കിതൊരു കഥയായിട്ട് പഠിക്കാം. അപ്പോൾ കഥയായിട്ട് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് എപ്പോഴും മെമ്മറിയിൽ നിൽക്കുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് എക്സാമിൽ പെർഫോം ചെയ്യാനും പറ്റും. അപ്പോൾ തുടങ്ങുകയാണ് കഥ. വർഷം 1453. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയിട്ട് തുർക്കികൾ എന്ത് ചെയ്തു? അവിടെ ഒരു മതിൽ കെട്ടി, അവിടെയുള്ള പാതയെ കൊട്ടി അടച്ചു, മതിൽ കെട്ടിയിട്ട് അടച്ചു. അത് കാരണം എന്തായി? യൂറോപ്യന്മാർക്ക് ഇന്ത്യയുമായിട്ടുള്ള വാണിജ്യം ചെയ്യാൻ പറ്റാതെയായി. ഇത് നടന്നത് വർഷം 1453. ഈ 1453 എങ്ങനെ ആലോചിക്കാം? 1 + 4 5, 4 - 1 3, ഇങ്ങനെയാണ് ആലോചിച്ച് വയ്ക്കാം. അങ്ങനെ പിടിച്ചടക്കി, റോഡ് കെട്ടി. കാലങ്ങൾ കഴിഞ്ഞുപോയി. പോർച്ചുഗലിലെ രാജാവായിരുന്ന മാനുവൽ I വാസ്കോഡ ഗാമിയെ ലിസ്ബൺ തുറമുഖ തീരത്തേക്ക് വിളിപ്പിച്ചു. മാനുവൽ വാസ്കോഡ ഗാമിയോട് പറഞ്ഞു, നിനക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുക്കും മൂലയും അറിയാവുന്നവനല്ലേ? നീ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപനല്ലേ? എന്നിങ്ങനെ വാസ്കോഡ ഗാമിയെ മാനുവൽ രാജാവ് പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം മാനുവൽ രാജാവ് പറഞ്ഞു, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപനായ വാസ്കോഡ ഗാമിയുടെ രാജാവായ എനിക്ക് 2 ഏലക്കയിട്ട ചായ കുടിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ലല്ലോ. നമുക്ക് ഇന്ത്യയുമായിട്ട് ഒരു വാണിജ്യ ബന്ധവും ഇല്ലല്ലോ. കോൺസ്റ്റാന്റിനോപ്പിളിൽ അവർ മതിൽ കെട്ടിയിരിക്കുകയല്ലേ. നിനക്ക് എങ്ങനെയെങ്കിലും സമുദ്രമാർഗം ഇന്ത്യയിൽ എത്തിച്ചേരാൻ കഴിയുമോ? തൻ്റെ രാജാവിന് 2 ഏലക്ക കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വിചാരമുള്ള വാസ്കോഡ ഗാമ ആ വെല്ലുവിളി സ്വീകരിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ടു 3 കപ്പലുകൾ. ആ 3 കപ്പലുകളിൽ ഒന്നാമത്തെ കപ്പലിന് അവർ പേരിട്ടത് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. എന്തിനാണ് സെൻറ്റ് ഗബ്രിയേൽ എന്നിട്ടത്? കാരണം വാസ്കോഡ ഗാമയ്ക്ക് തൻ്റെ ഗബ്രിയേൽ മാലാഖ, അവരുടെ ഫസ്റ്റത്തെ മാലാഖയായ ഗബ്രിയേൽ മാലാഖ അവർക്ക് വഴികാട്ടുമെന്നും അതേപോലെ അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നും വിചാരിച്ച് അവരുടെ കപ്പലിന് ഫസ്റ്റ് പേരിട്ടത് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. ആദ്യത്തെ കപ്പലിന് പേരിട്ടത് സെൻറ്റ് ഗബ്രിയേലാണ്. ആ കപ്പലിൽ വാസ്കോഡ ഗാമ കയറി. വേറെ 2 കപ്പലുകളും ഉണ്ടായിരുന്നു. ആ കപ്പലുകൾക്ക് യഥാക്രമം സെന്റ് റാഫേൽ എന്നിങ്ങനെയും പേര് നൽകി. അങ്ങനെ വാസ്കോഡ ഗാമ ലിസ്ബൺ തുറമുഖ തീരത്ത് നിന്നും മാനുവൽ രാജാവിനുള്ള 2 ഏലക്കയ്ക്ക് വേണ്ടിയിട്ട് കപ്പലിൽ യാത്ര ആരംഭിച്ചു. അന്നത്തെ ആ യാത്രയുടെ ഫോട്ടോ നാസ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കാണുക. അതായത് മാനുവൽ രാജാവ് ചായ കുടിക്കുന്നതും അതുപോലെ വാസ്കോഡ ഗാമയെ പുകഴ്ത്തി അവിടെ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വാസ്കോഡ ഗാമ 1497 പോർച്ചുഗലിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയായി നമ്മുടെ കേരളത്തിലേക്ക് എത്തി. ഗുഡ് ഹോപ്പ് മുനമ്പിലേക്ക് കേരളത്തിലേക്കുള്ള വഴി എന്നെല്ലാം ചോദിച്ച്, ശ്രീഹള്ളിയിലേക്കല്ല കേരളത്തിലേക്കുള്ള വഴി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ വാസ്കോഡ ഗാമ കേരളത്തിലെ കോഴിക്കോടിലെ കാപ്പാട് എന്ന സ്ഥലത്ത് 1 വർഷത്തിന് ശേഷം 1498 കാലുകുത്തി. അങ്ങനെ വാസ്കോഡ ഗാമ 3 തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് 1498, രണ്ടാമത്തേത് 1502, ലാസ്റ്റ് 1524. 1524 വന്നത് വൈസ്രോയി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വാസ്കോഡ ഗാമയുടെ കൂടെ ഉള്ള അസിസ്റ്റന്റ് ആയിരുന്നു അൽവരോ വെൻ ഹോവ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? അൽവരോ വെൻ ഹോവ്. അദ്ദേഹവും വാസ്കോഡ ഗാമയെ അനുഗമിച്ചിരുന്നു. അപ്പോൾ വാസ്കോഡ ഗാമയെ കേരളത്തിലുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് വാസ്കോഡ ഗാമ തൻ്റെ ഷട്ടിൽ വാസ്കോഡ ഗാമ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ പോർച്ചുഗലിൽ നിന്നുമാണ് വരുന്നതെന്ന് അറിയാൻ തൊപ്പിയിൽ പോർച്ചുഗൽ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. തൻ്റെ കപ്പലിൻ്റെ പേര് കണ്ടിട്ടുണ്ടല്ലോ, സെൻറ്റ് ഗബ്രിയേൽ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെ കോഴിക്കോടെത്തിയ വാസ്കോഡ ഗാമ അവിടെയുള്ള രാജാവായ സാമൂതിരിയെ കണ്ടു. ആവശ്യം പറഞ്ഞു, എനിക്കിവിടെ വാണിജ്യം ചെയ്യണം, അതിന് താങ്കൾ അനുവദിക്കണം എന്ന് സാമൂതിരി രാജാവിനോട് വാസ്കോഡ ഗാമ അപേക്ഷിച്ചു. പക്ഷെ സാമൂതിരി രാജാവ് ഓൾറെഡി അറബികളുമായിട്ടുള്ള വ്യാപാര ബന്ധം അവിടെ ഊട്ടിയുറപ്പിച്ച് വളരെ സൗഹൃദപരമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സാമൂതിരി ഇത് അനുവദിച്ചില്ല. സാമൂതിരി പറഞ്ഞു, ഇവിടെ നിങ്ങളെ അനുവദിക്കില്ല, ഇവിടെ വാണിജ്യം ചെയ്യാൻ പറ്റില്ല എന്ന്. വാസ്കോഡ ഗാമ പറഞ്ഞു, ശരി, എൻ്റെ കുറച്ച് ചരക്കുകളുണ്ട്, അത് തൽക്കാലം ഇവിടെ വെക്കട്ടെ, ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ അതിനും സാമൂതിരി അംഗീകരിച്ചില്ല. ഇവിടെ ഭൂമിക്കെല്ലാം നല്ല പൊന്നും വിലയാണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ സാധന സാമഗ്രികൾ ഭൂമിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ചുങ്കം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രക്ഷയുമില്ലാതെ നമ്മുടെ വാസ്കോഡ ഗാമ നമ്മുടെ ചരക്കുകളെല്ലാം എടുത്തിട്ട് സാമൂതിരി രാജാവിൻ്റെ ശത്രുവായിരുന്ന നമ്മുടെ കണ്ണൂരിലെ കോലോത്തിരി രാജാവിനെ കണ്ടു. പറഞ്ഞു, രാജാവേ,
ഞങ്ങൾക്ക് ഇവിടെ വാണിജ്യം ചെയ്യണം എന്ന് പറഞ്ഞു. കോലോത്തിരി രാജാവിനും അവിടെ ഒരു വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വാസ്കോ ഡ ഗാമ രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു. ഞാൻ സാമൂതിരി രാജാവിൻ്റെ അടുത്ത് പോയതാണ്, അദ്ദേഹം സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് കണ്ണൂർ രാജാവായ താങ്കളുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് വാസ്കോ ഡ ഗാമ പറഞ്ഞു. ഇത് കേട്ടവർ കോലോത്തിരി ആലോചിച്ചു, ഹോ, എൻ്റെ ശത്രുവാണ് സാമൂതിരി, അവൻ്റെ ശത്രുവായിരിക്കുന്നു ഇപ്പോൾ വാസ്കോ ഡ ഗാമ. ഇവനെ കൊണ്ട് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഇവനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായേക്കാം. അങ്ങനെ കോലോത്തിരി രാജാവ് സമ്മതിച്ചു, നീ ഇവിടെ വാണിജ്യം ചെയ്തോ, നിനക്കുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാമെന്ന് കോലോത്തിരി രാജാവ് പറഞ്ഞു. അങ്ങനെ കോലോത്തിരി രാജാവിന് നമ്മുടെ വാസ്കോ ഡ ഗാമ എന്തൊക്കെ സംഭാവന ചെയ്തു? പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക, കശുവണ്ടി, വറ്റൽമുളക്, പുകയില, മരച്ചീനി. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക, വറ്റൽമുളക്, മരച്ചീനി, പുകയില, കശുവണ്ടി, ഇവയൊക്കെ നമ്മുടെ വാസ്കോ ഡ ഗാമ കോലോത്തിരി രാജാവിന് സമ്മാനിച്ചു. അപ്പോൾ ഇതൊന്നും എന്താ മനസ്സിലാക്കാനുള്ളത്? പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന നാണയവിളയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം. ഓർത്ത് വയ്ക്കുക, എന്തൊക്കെയാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന നാണയവിളകൾ? പൈനാപ്പിൾ, പേരയ്ക്ക, വറ്റൽമുളക്, പപ്പായ, പുകയില, കശുവണ്ടി. ഇത്തരം സമ്മാനങ്ങൾ നമ്മുടെ കോലോത്തിരി രാജാവിന് ആര് കൊടുത്തു? വാസ്കോ ഡ ഗാമ കൊടുത്തു. കോലോത്തിരി രാജാവ് ഏത് രാജ്യക്കാരനായിരുന്നു? കണ്ണൂർ ഭരിക്കുന്ന രാജാവായിരുന്നു ആ സമയം. അങ്ങനെ അവർ വാണിജ്യം ആരംഭിച്ചു. അങ്ങനെ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം നമ്മുടെ വാസ്കോ ഡ ഗാമ കണ്ടുപിടിച്ചു. അപ്പോഴത്തേനും പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ ഇവിടേക്ക് വരുന്ന കപ്പലുകളിൽ ചുങ്കം ഏർപ്പെടുത്തി. അതുപോലെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന വസ്തുക്കളിലേക്കും ചുങ്കം ഏർപ്പെടുത്തി. ആ ചുങ്കത്തിന് പറയുന്ന പേരാണ് കാർട്ടസ് എന്ന് പറയുന്നത്. എന്താണ് കാർട്ടസ് എന്ന് പറയുന്നത്? ഈ കാർട്ടസ് പിരിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ ഇറക്കുകയും ചെയ്തു. അപ്പോൾ അവർ എന്ത് ചെയ്യും? ചുങ്കം തരാത്ത കപ്പലുകളെ പിടിച്ചടയ്ക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങളെ ബലമായി വയ്ക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ കാർട്ടസ് വ്യവസ്ഥയിൽ ചെയ്തത്. നമ്മുടെ മൂന്നാമത്തെ കപ്പലിൻ്റെ പേര്, ആദ്യത്തെ കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ, രണ്ടാമത്തേത് സെൻറ്റ് റാഫേൽ, മൂന്നാമത്തേത് ബെറിയോയാണ്. ബാർസയല്ല, അതൊരു മിസ്റ്റേക്ക് വന്നാണ്, ബെറിയോയാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി നമുക്ക് ഇതുവരെയുള്ള ഇതിൽ മെയിൻ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ആദ്യം 1453 കോൺസ്റ്റാന്റിനോപ്പിൾ ആര് പിടിച്ചെടുത്തു? തുർക്കികൾ പിടിച്ചെടുത്തു. അവിടെ മതിൽ കെട്ടി. അതുകൊണ്ട് തന്നെ യൂറോപ്യക്കാർക്ക് ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയില്ല. അപ്പോൾ മാനുവൽ 1 രാജാവ്, നമ്മുടെ കഥ ആരംഭിക്കുന്നതാണ്. അപ്പോൾ മാനുവൽ 1 ആയിരിക്കും. മാനുവൽ 1 രാജാവ് എന്ന് പറഞ്ഞു നമ്മുടെ വാസ്കോ ഡ ഗാമനെ ഇന്ത്യൻ സമുദ്രത്തിലെ സേനാധിപൻ എന്ന്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപൻ എന്ന് വിശേഷിപ്പിച്ചു. ദെൻ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 3 കപ്പലുകൾ വഴി നമ്മുടെ വാസ്കോ ഡ ഗാമ ലിസ്ബൺ തീരത്തു നിന്നും ഇന്ത്യ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു. ഫസ്റ്റത്തെ കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. സെൻറ്റ് ഗബ്രിയേൽ എന്നുള്ള പേരിടാൻ കാരണം മറക്കരുത്. കാരണം ഇതൊക്കെ നമുക്ക് PSC എക്സാം ഹാളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവുക. അതിനാണ് ഇതൊക്കെ പറയുന്നത്. സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകൾക്ക് നാമകരണം ചെയ്തിരുന്നു. അങ്ങനെ ലിസ്ബൺ തീരത്തു നിന്നും പുറപ്പെട്ട അവർ കോഴിക്കോട് കാപ്പാട്, അവിടെ നെയിം പ്ലേറ്റ് അടക്കമുണ്ട്. കോഴിക്കോട് കാപ്പാടിൻ്റെ കോഴിക്കോട് കാപ്പാട് ആ നെയിം പ്ലേറ്റിലുണ്ട്. അങ്ങനെ 1497 വാസ്കോ ഡ ഗാമ പുറപ്പെട്ട വാസ്കോ ഡ ഗാമ ഒരു കൊല്ലം ശേഷം 1498 നമ്മുടെ കോഴിക്കോടെത്തി സാമൂതിരി രാജാവിനെ കണ്ടു. അദ്ദേഹം വാണിജ്യത്തിന് സമ്മതിച്ചില്ല. കാരണം അറബികളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു സാമൂതിരി രാജാവ്. അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമൂതിരി രാജാവിൻ്റെ ശത്രുവായ കണ്ണൂരിലെ കോലോത്തിരി രാജാവിനെ വാസ്കോ ഡ ഗാമ പോയി കണ്ടു, ആവശ്യം അറിയിച്ചു. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നതുകൊണ്ട് തന്നെ വാസ്കോ ഡ ഗാമയുടെ വാണിജ്യം നമ്മുടെ കോലോത്തിരി രാജാവ് അംഗീകരിച്ചു. അപ്പോൾ വാസ്കോ ഡ ഗാമ കോലോത്തിരി രാജാവിന് കൊടുക്കാൻ കുറച്ച് പൈനാപ്പിൾ, കുറച്ച് കശുവണ്ടി, പേരയ്ക്ക, പപ്പായ, പുകയില, മരച്ചീനി, വറ്റൽമുളക് എന്നിവ കൊടുത്തു. ഇത്രയും വിളകളാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിന് കൊടുത്ത വിളകൾ എന്ന് പറയുന്നത്. അടുത്തത് കാർട്ടസ് വ്യവസ്ഥ പറഞ്ഞു. കാർട്ടസ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ചുങ്കമാണ്. അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്കുള്ള കപ്പലുകളിലെയും അതുപോലെ വസ്തുക്കളിലും ഏർപ്പെടുത്തിയ ചുങ്കമാണ് കാർട്ടസ് എന്ന് പറയുന്നത്. അങ്ങനെ 1497 വന്ന വാസ്കോ ഡ ഗാമ 1498 ഇന്ത്യയിലെത്തി. നമ്മുടെ കോളേജിൽ പുതുതായി ചേർന്ന ചെക്കന്മാർക്കുണ്ടാകുന്ന
ഹോം സിക്നെസ് നമ്മുടെ വാസ്കോ ഡ ഗാമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം വന്ന ഉടനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുകയും ചെയ്തു. വന്നതിനേക്കാൾ 60 മടങ്ങോളം ലാഭമുണ്ടാക്കിയിട്ടാണ് വാസ്കോ ഡ ഗാമ തിരിച്ചു പോയത്. കുറച്ച് ഏലക്കായും എടുത്തിരുന്നു. ആർക്ക് കൊടുക്കാൻ വേണ്ടി? നമ്മുടെ മാനുവൽ രാജാവിന് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വാസ്കോ ഡ ഗാമ വന്നു. പിന്നെ അതിനുശേഷം ഓർക്കാനുള്ളത് നമ്മുടെ ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ കുറിച്ചാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ അദ്ദേഹമാണ് പോർച്ചുഗീസിൽ നിന്നുള്ള ആദ്യ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത്. 1505 മുതൽ 1509 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. സെൻറ്റ് ആഞ്ചലസ് കോട്ട കണ്ണൂരിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അതുപോലെ നീല ജലനയം കൊണ്ടുവന്നതും അദ്ദേഹമാണ്. എന്താണ് ഈ നീല ജലനയം? പോർച്ചുഗീസുകാരെ സമുദ്രത്തിലെ വലിയ മേധാവികളാക്കുകയും അതുപോലെ ശക്തമായ ഒരു നാവികപ്പട സ്ഥാപിക്കുകയും ചെയ്യുക, അതിലൂടെ മഹത്തായ ഒരു പോർച്ചുഗീസിനെ വളരെ വലിയ ഒരു ശക്തിയായി വളർത്തുക എന്നതൊക്കെയായിരുന്നു ഈ നീല ജലനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി. അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഒന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഓർക്കുക. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അവൻ്റെ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ പരാജയം അത് ചൗളിലെ യുദ്ധമാണ്. അത് ഈജിപ്തിൽ നിന്നുള്ള വന്ന നാവികപ്പട ചൗളിനെ വെച്ചിട്ട് ആരിനെ തോൽപ്പിച്ചു? പോർച്ചുഗീസുകാരനെ തോൽപ്പിച്ചു. അത് 1508 സംഭവിച്ചത്. 1509 അതിന് തിരിച്ച് പകരം വീട്ടുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. അൽബുക്കർക്ക് വളരെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. കണ്ടില്ലേ, 6 പാക്ക് ഒക്കെ ഉണ്ട്. നമ്മുടെ നെഞ്ചിൽ അദ്ദേഹം പച്ച കുത്തിയിട്ടുണ്ട്. അന്ന് പച്ച കുത്താൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം പെയിന്റ് അടിക്കുകയാണ് ചെയ്തത്. അൽബുക്കർക്ക് എന്തൊക്കെയൊക്കെ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് മിശ്ര കോളനി, സതി നിരോധനം. പോർച്ചുഗീസ് അധിപത്യത്തിലുണ്ടായിരുന്ന കോളനികളിൽ അദ്ദേഹം സതി നിരോധനം ഏർപ്പെടുത്തി. അതില്ലാതെ നാണയ വ്യവസ്ഥ കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അങ്ങനെ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും പുറത്തിറക്കുക, അതുപോലെ നാണയ നിർമ്മാണശാല ആരംഭിക്കുകയൊക്കെ ചെയ്തത് അൽബുക്കർക്കാണ്. ഏറ്റവും ശക്തനായ വൈസ്രോയി ആയിട്ടാണ് അൽബുക്കർക്ക് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗോവനെ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. 1510 ഇത് സംഭവിച്ചത്. അങ്ങനെ ഗോവയിൽ പോയപ്പോഴാണ് അൽബുക്കർക്കിന് മനസ്സിലായി ഇവിടെ നന്നായി ബിയറൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടനെ പെട്ടെന്നൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? കൊച്ചിയിൽ നിന്നുള്ള പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം ഉടനെ എടുത്ത് അൽബുക്കർക്ക് അവിടേക്ക് മാറ്റി, ഗോവയിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം മാറ്റിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് അൽബുക്കർക്ക്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? മിശ്ര കോളനി, സതി നിരോധനം, അതുപോലെ നാണയ സമ്പ്രദായം. ഓക്കെ, നാണയ സമ്പ്രദായം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. ഇനി പോർച്ചുഗീസുകാർ ഇവിടെ എന്തൊക്കെ തന്നു എന്നതാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രിന്റിംഗ് പ്രസ്, മലയാളത്തിൽ പറയുമ്പോൾ അച്ചടിശാല, അത് സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ യൂറോപ്യൻ സ്കൂൾ ആദ്യമായി സ്ഥാപിച്ചതും അതും നമ്മുടെ പോർച്ചുഗീസുകാരാണ്. അതുപോലെ കൊച്ചിയിൽ വൈപ്പിനിലുമൊക്കെ അവർ അച്ചടിശാല സ്ഥാപിച്ചിട്ടുണ്ട്. അതില്ലാതെ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു വാസ്തുവിദ്യാ ശൈലിയാണ്. പോർച്ചുഗീസിലുള്ള ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ഗോത്തിക് സ്റ്റൈൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് രീതിയിൽ ഗോത്തിക് സ്റ്റൈൽ പണിവെച്ച പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അതുപോലെ ബോം ജീസസ് പള്ളിയും അതേ ശൈലിയിൽ പണികഴിപ്പിച്ച പള്ളികളാണ്. പിന്നെ മട്ടാഞ്ചേരി പാലസ്, അതുപോലെ അതിൻ്റെ മറ്റൊരു പേരാണ് ഡച്ച് പാലസ്. ഇത് പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ മട്ടാഞ്ചേരി പാലസിനെ ഡച്ച് പാലസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഡച്ചുകാരാണ് പിന്നെ അതിനെ കറക്റ്റായിട്ട് കേടുപാടുകൾ തീർത്തത്. അതുകൊണ്ടാണ് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത്. പിന്നെ വാരാപ്പുഴ സെമിനാരി ഉണ്ടാക്കിയത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ സംഭാവനകൾ. അതില്ലാതെ ഡോക്യാർഡ്, പണ്ടകശാല എന്ന് പറഞ്ഞാൽ കപ്പൽ കേടുകളൊക്കെ തീർക്കുന്ന സ്ഥലം, കപ്പൽ ഉണ്ടാക്കുന്ന സ്ഥലം, അതൊക്കെയാണ്. കൊച്ചിയിൽ ഡോക്യാർഡ് സ്ഥാപിച്ചത് പോർച്ചുഗീസാണ്. ആ നാവികൻ്റെ പേരാണ് പെഡ്രോ അൽവാരസ് കബ്രാൽ. അതാണ് പെഡ്രോ അൽവാരസ് കബ്രാലിൻ്റെ ഡോക്യാർഡ് കൊച്ചിയിലുള്ളത്. കണ്ടില്ലേ? അങ്ങനെയാണ് അദ്ദേഹം കൊച്ചിയിൽ നമ്മുടെ ഒരു ഡോക്യാർഡ് അല്ലെങ്കിൽ പണ്ടകശാല സ്ഥാപിച്ചത്. അതുപോലെ ചവിട്ടുനാടകം ഇന്ത്യയിലേക്ക് എത്തിയതും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം.
ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമെഡയാണ്. അദ്ദേഹം എന്തൊക്കെ സംഭാവനകൾ ചെയ്തു വെച്ചാൽ 1505 മുതൽ 1509 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയളവ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ നീല ജലനയം, അത് എന്തിനാണെന്ന് വെച്ചാൽ പോർച്ചുഗീസിനെ മഹത്തായ ഒരു ശക്തിയായി വളർത്താൻ വേണ്ടി സമുദ്രത്തിലെ ശക്തമായ ഒരു നാവികപ്പട സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് നീല ജലനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൊണ്ടുവന്ന വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമെഡ. അങ്ങനെ 1508 ചൗളിൽ വെച്ച് പോർച്ചുഗീസുകാരെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 1509 തന്നെ അതിന് പകരം വീട്ടുകയും ചെയ്തു. രണ്ടാമത്തെ വൈസ്രോയാണ് നമ്മുടെ അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അൽബുക്കർക്ക് ശക്തനായ ഒരു വൈസ്രോയാണ്. അദ്ദേഹമാണ് ഗോവയെ പിടിച്ചെടുത്തത്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് ആസ്ഥാനം മാറ്റിയതും നമ്മുടെ അൽബുക്കർക്കാണ്. അൽബുക്കർക്കിൻ്റെ സംഭാവനകളാണ് മിശ്ര കോളനി, സതീ നിരോധനം, നാണയ സമ്പ്രദായം എന്നിവ. പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് പ്രിൻറ്റിംഗ് പ്രസ്. ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. പിന്നെ അതില്ലാതെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. ആദ്യത്തെ അച്ചടിശാല പ്രിൻറ്റിംഗ് പ്രസ് അത് സ്ഥാപിച്ചത് ഗോവയിലാണ്. എവിടെയാണ്? ഗോവയിലാണ് പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത്. യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. അതുപോലെ വാസ്തുവിദ്യ ഗോത്തിക് സ്റ്റൈലിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. വാരാപ്പുഴ സെമിനാരി ഉണ്ടാക്കി. സാൻ ഫ്രാൻസിസ് പള്ളി, അതുപോലെ ബോം ജീസസ് പള്ളി, ഇവ ഗോത്തിക് സ്റ്റൈലിൽ പണി കഴിപ്പിച്ച പള്ളികളാണ്. അതില്ലാതെ മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസ് എല്ലാം ഉണ്ടാക്കിയതും പോർച്ചുഗീസുകാരാണ്. പിന്നെ പെഡ്രോ അൽവാരസ് കബ്രാൾ, അദ്ദേഹമാണ് നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിട്ട് എത്തിയ നാവികൻ എന്ന് പറയുന്നത്. 1500 ഇന്ത്യയിലെത്തിയത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത്. അങ്ങനെ അതുപോലെ അദ്ദേഹത്തിന് അറിയാവുന്ന വേറൊരു കാര്യമാണ് ബ്രസീൽ എന്ന രാജ്യം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികനും പെഡ്രോ അൽവാരസ് കബ്രാളാണ്. പിന്നെ ചവിട്ട് നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്നു പോർച്ചുഗീസുകാരാണ്. ഇനി വാസ്കോ ഡ ഗാമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ ആദ്യം എത്തിയത് 1498, രണ്ടാമത് എത്തിയത് 1502, രണ്ടാമത് കാലുകുത്തിയത് അഞ്ച് ദ്വീപിലാണ്. എവിടെയാണ്? അഞ്ച് ദ്വീപിലാണ്. ആദ്യത്തെ കാലുകുത്തിയത് കോഴിക്കോട് കാപ്പാടാണ്. മൂന്നാമത് വന്നത് 1524. അദ്ദേഹം എന്തായിട്ടാണ്? ഒരു വൈസ്രോയി ആയിട്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്. വാസ്കോ ഡ ഗാമ അന്തരിച്ചത് 1524. നമ്മുടെ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തിനെ അടക്കിയത്. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയത് 1539. ലിസ്ബണിലെ ഒരു പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. വാസ്കോ ഡ ഗാമ എന്ന പേരിൽ നമ്മുടെ ഗോവയിൽ ഒരു സ്ഥലവും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വാസ്കോ ഡ ഗാമയെ കുറിച്ച് അറിയണം. ക്ലിയർ ആണല്ലോ? ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് മാനുവൽ ആന്റണിയോ വാസിലോയി സിൽവയാണ്. ആരാണ്? ആദ്യം നമ്മൾ പറഞ്ഞയച്ചത് മാനുവൽ രാജാവായിരുന്നു. അവസാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് വിട്ടത് മാനുവൽ ആന്റണിയോ വാസിലോയി സിൽവയാണ്. അതുപോലെ ഇന്ത്യയിലേക്ക് വന്ന ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അവസാനമായി ഗോവയിൽ നിന്നും അവരെ തുരത്തി ആട്ടിച്ചൊളിച്ചും അവസാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയതും പോർച്ചുഗീസുകാരാണ്. ആ പോർച്ചുഗീസുകാരനെ പുറത്താക്കാൻ വേണ്ടി ഗോവയിൽ നമ്മൾ നടത്തിയ വിജയമാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വിജയ് എന്നാണ്. പോർച്ചുഗീസുകാരെ ഗോവയിൽ നിന്നും ആട്ടി ഓടിച്ച ആ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. അത് നടന്നത് 1961 ഡിസംബർ 19 എന്നാണ്. 1961 ഡിസംബർ 19 അങ്ങനെ നീണ്ട 1498 വാസ്കോ ഡ ഗാമ കാലുകുത്തിയത് മുതൽ 1961 വരെയുള്ള നീണ്ട 463 വർഷം അവർ ഉണ്ടായിരുന്നു. അതുപോലെ വാസ്കോ ഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗം എന്ന് വിശേഷിപ്പിച്ചത് ഒരു പണിക്കരാണ്. അയാൾക്ക് 2 ഇനീഷ്യൽ മാത്രമേ ഉള്ളൂ, KM പണിക്കർ. KM പണിക്കരാണ് എന്ത് പറഞ്ഞത്? വാസ്കോ ഡ ഗാമയുടെ വരവിനെ എന്താ വിശേഷിപ്പിച്ചത്? ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗം എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ നമുക്ക് ഓർക്കേണ്ടതാണ് നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ അസിസ്റ്റൻ്റ് പേരെന്തിന്? ആൽവരോ വെൻഹോ. നമ്മുടെ തേനീച്ച കുട്ടികൾക്ക് ഹൂസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നത് ആരാണ്? നെതർലൻഡിൻ്റെ കൊടിയേന്തി നിൽക്കുന്ന
ഡച്ചുകാർ, നെതർലാൻഡുകാരനെയാണ് ഡച്ചുകാരെന്ന് പറയുന്നത്. ആ ഡച്ചുകാരാണ് രണ്ടാമത് വന്നത്. മൂന്നാമത് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റുമായി എന്തിയിരിക്കുന്ന ഇംഗ്ലണ്ടുകാരാണ് മൂന്നാമതായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. നാലാമത്തെ ആൾ പറയുന്നത് ഈഫൽ ടവറിൻ്റെ ഒരു മോഡലും എടുത്തിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഈഫൽ ടവറുമായിട്ട് എടുത്ത ഫ്രാൻസുകാരാണ് നാലാമതായിട്ട് ഇന്ത്യയിൽ വന്നത്. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യ വിട്ടത് പോർച്ചുഗീസുകാരാണ്. ഇനി പോർച്ചുഗീസുകാരനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ കോട്ടകളാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഫുള്ളായിട്ട് റിവൈസ് ചെയ്യാം. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻകാർക്ക് ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് കപ്പൽ മാർഗം, സമുദ്രമാർഗം ഒരു വഴി കണ്ടെത്തേണ്ടത് ആവശ്യമായിരുന്നു. നമ്മുടെ മാനുവൽ വൺ രാജാവിൻ്റെ ആവശ്യപ്രകാരം വാസ്കോ ഡ ഗാമ, സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളുമായിട്ട് മാനുവൽ രാജാവ് നമ്മുടെ വാസ്കോ ഡ ഗാമയെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് പറഞ്ഞയച്ചു. മാനുവൽ രാജാവ് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ ലിസ്ബൺ തീരത്തു നിന്നും പുറപ്പെട്ട വാസ്കോ ഡ ഗാമ 1498 ഒരു വർഷം കഴിഞ്ഞാണ് 1498 കേരളത്തെത്തി. 1497 ലിസ്ബൺ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടത്. ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി വന്ന് നമ്മുടെ ഗുഡ് ഹോപ്പ് മുനമ്പിൽ നിന്ന് കേരളത്തിലേക്കുള്ള വഴി എന്നെല്ലാം ചോദിച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ കേരള തീരത്തെത്തിയത്. ദെൻ അദ്ദേഹം കോഴിക്കോട് രാജാവായ സാമൂതിരിയെ കണ്ടു. വാണിജ്യത്തിന് സമ്മതിച്ചില്ല. നേരെ കണ്ണൂർ പോയി കോലത്തൂർ രാജാവിനെ കണ്ടെത്തി. കോലത്തൂർ രാജാവ് സമ്മതിച്ചു. അങ്ങനെ കോലത്തൂർ രാജാവിന് എന്തൊക്കെ കൊടുത്തു? പപ്പായ, പൈനാപ്പിൾ, പേരയ്ക്ക, പുകയില, മരച്ചീനി, വറ്റൽമുളക്, ദെൻ കാഷ്യൂനട്ട്, കശുമാവ്, ഇതെല്ലാം കൊടുത്ത് അദ്ദേഹം കോലത്തൂർ രാജാവിന് കൊടുത്തു. അങ്ങനെ വാണിജ്യം ആരംഭിച്ച് തിരിച്ച് 60 മടങ്ങോളം ലാഭമായിട്ടാണ് തിരിച്ച് പോർച്ചുഗീസുകാർ യാത്ര ആരംഭിച്ചത്. ഇതിനെ പിന്തുടർന്ന് രണ്ടാമത് എത്തിയ ആളാണ് ആര്? പെഡ്രോ അൽവാരസ് കബ്രാൾ. അദ്ദേഹമാണ് ബ്രസീൽ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസുകാരൻ നാവികനും അത് പെഡ്രോ അൽവാരസ് കബ്രാളാണ്. നമ്മുടെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിനും അതുപോലെ സാധന സാമഗ്രികൾക്കും പോർച്ചുഗീസുകാർ ഒരു ചുങ്കം ചുമത്തി. അതിൻ്റെ പേരാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ആദ്യത്തെ വൈസ്രോയായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയായിട്ട് ഫ്രാൻസിസ്കോ ഡി അൽമിഡ വന്നു. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട സ്ഥാപിച്ചു. നീല ജലനയം കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. പോർച്ചുഗീസുകാരനെ സമുദ്രത്തിലെ വലിയ ശക്തിയാക്കുക എന്നതാണ് ഈ നീല ജലനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചൗളിലെ പരാജയം ഓർക്കുക 1508. അതിന് തിരിച്ചടി 1509 പോർച്ചുഗീസുകാർ നൽകി. രണ്ടാമത്തെ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അദ്ദേഹം ശക്തനായ വൈസ്രോയിയാണ്. ഗോവ പിടിച്ചടക്കി. ഗോവയിലേക്ക് ആസ്ഥാനം മാറ്റി. മിശ്ര കോളനി, സതീ നിരോധനം, നാണയ സമ്പ്രദായം എന്നിവ കൊണ്ടുവന്നു. പിന്നെ പ്രിൻറ്റിംഗ് പ്രസ് ഇന്ത്യയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ഗോവയിലാണ് പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ഇവരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. അതുപോലെ വാരാപ്പുഴ സെമിനാരി സ്ഥാപിച്ചു. ഗോത്തിക് സ്റ്റൈല് വാസ്തുവിദ്യ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ഗോത്തിക് സ്റ്റൈൽ പണിയെടുപ്പിച്ച പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ബോം ജീസസ് പള്ളിയും. മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസ് എല്ലാം പണിയെടുപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. ദെൻ പെഡ്രോ അൽവാരസ് കബ്രാൾ കൊച്ചിയിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ പണ്ടകശാല കൊച്ചി എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. ദെൻ ബ്രസീൽ കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ചവിട്ട് നാടകം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ നമുക്ക് ഓർത്ത് വയ്ക്കേണ്ടതാണ് KM പണിക്കർ വാസ്കോ ഡ ഗാമയുടെ വരവിനെ വിശേഷിപ്പിച്ചത്. എന്താണെന്ന് വെച്ചാൽ വിശേഷിപ്പിച്ച KM പണിക്കർ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കരാണ്. അതില്ലാതെ പിന്നെ ആലോചിക്കാനുള്ളത് വാസ്കോ ഡ ഗാമ രണ്ടാമത് വന്നത് 1502 അവസാനം വന്നത് 1524 വൈസ്രോയിയുമായിട്ടാണ്. ആദ്യം സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു അടക്കം. പിന്നെ ലിസ്ബൺ തീരത്തിലെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. ദെൻ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നുള്ള ക്രമം എന്ന് പറയുന്നത് ആദ്യം പോർച്ചുഗീസുകാർ വന്നു. അവസാനം മാത്രമാണ് പോർച്ചുഗീസുകാർ തിരിച്ചു പോയതും. പോർച്ചുഗീസുകാരെ തുരത്താൻ വേണ്ടി ഉപയോഗിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. നെതർലാൻഡ് ആണ് രണ്ടാമത്. നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ചുകാരാണ് രണ്ടാമത് വന്നത്. മൂന്നാമത് വന്നത് ക്രിക്കറ്റ് ബാറ്റുമായി ഇംഗ്ലീഷുകാർ വന്നു. നാലാമത് ഈഫൽ ടവറിൻ്റെ മോഡലുമായിട്ട് ഫ്രാൻസുകാരും വന്നു. ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.